കോൺഗ്രസിന്റെ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. ശിവകുമാറിന് അരുവിക്കരയിലും നേമത്ത് കെ എസ് ശബരിനാഥനും സാധ്യത. വാമനപുരത്ത് പാലോട് രവിയും സുധീർ ഷായും പരിഗണിക്കപ്പെടുന്നു. രഞ്ജിത്ത് അമ്പാടി ഒപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞതാണ് ഈ വിഷയം. അതായത് 6-7 തലകൾ അവരെ ഓരോ ഇടത്തേക്ക് തട്ടിക്കളിക്കുന്നു. ആർക്ക് എവിടെ മത്സരിക്കണം എന്ന് ചോദിച്ചാൽ അവർ ആഗ്രഹിക്കുന്നിടത്ത് മത്സരിക്കാൻ കഴിയുന്നുമില്ല. ഇപ്പോൾ ശിവകുമാറിന് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ താല്പര്യം, പക്ഷേ പോയി അരുവിക്കര മത്സരിക്കുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അരുവിക്കര മത്സരിച്ച് തോറ്റ കാരണത്താൽ അരുവിക്കര വിട്ടുപോയ ശബരിനാഥനെ നേമത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. സുധീർ ഷാ പാലോടിനെ പരിഗണിക്കുന്നു. പക്ഷേ പാലോട് രവി ഏറെ വിവാദങ്ങളിൽപ്പെട്ടൊരു DCC പ്രസിഡന്റാണ്. ആ വിവാദ കാരണത്താൽ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. വീണ്ടും പരിഗണിക്കുന്നു. 7-8 തവണയായി മത്സരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും അവിടെ പ്രാദേശിക നേതൃത്വം പറയുന്നു സുധീർ ഷായെ വേണം, അല്ലെങ്കിൽ പാലോട് രവി വേണ്ട. അങ്ങനെ ആകെ പ്രശ്നമാണ്. ഇതെപ്പോൾ പട്ടിക പൂർത്തിയാകാനാണ് ഈ തർക്കം ഇങ്ങനെ തുടർന്നാൽ? കൃഷ്ണരാജ്, തീർച്ചയായും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഒരു ഭാഗത്ത് കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ MPമാർ സീറ്റിനായി വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴാണ് ഏറ്റവും തെക്കുള്ള തിരുവനന്തപുരത്ത് സീറ്റുകളിൽ വലിയ അതൃപ്തി പുകയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുവിക്കരയിൽ മത്സരിക്കണമെന്നുള്ളതാണ് VS ശിവകുമാറിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. അത് ഏറെക്കുറെ ഹൈക്കമാൻഡ് അംഗീകരിച്ചതുമാണ്, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതുമാണ്. ഈ ഘട്ടത്തിൽ ശബരിനാഥ് വീണ്ടും അരുവിക്കര ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനു മുൻപ് തലസ്ഥാനത്തേക്ക് തൻ്റെ ചുവട് മാറ്റിയ ശബരിനാഥൻ്റെ ലക്ഷ്യം തിരുവനന്തപുരം സെൻട്രലായിരുന്നു. ആ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിപ്പിക്കാമെന്നുള്ള ചില വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി വന്നതും കോർപ്പറേഷനിൽ കവടിയാർ വാർഡിൽ മത്സരിച്ചതും. എന്നാൽ പൊടുന്നനെ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ CP ജോണിനെ, UDFിലെ ഘടകകക്ഷിയായ CP ജോണിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിപ്പിച്ചെടുക്കണമെന്ന ഒരു താല്പര്യത്തോടു കൂടി തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിനെ മത്സരിപ്പിക്കാൻ UDFിൽ തത്വത്തിൽ തീരുമാനമായി. ഇതോടുകൂടി KS ശബരിനാഥന് തിരുവനന്തപുരം സെൻട്രൽ നഷ്ടമായി. അടുത്ത് ശബരിനാഥന് ലക്ഷ്യം ഉണ്ടായിരുന്നത് അരുവിക്കരയാണ്. ആ സമയത്തേക്കും അരുവിക്കരയിലേക്ക് VS ശിവകുമാർ അവകാശവാദം ഉന്നയിച്ചു. അത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടു. ഇതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ശബരിനാഥൻ വീണ്ടും അരുവിക്കര ആവശ്യപ്പെടുന്നു. എന്നാൽ ശബരിനാഥനോട് നേമത്ത് മത്സരിക്കാനാണ് ഇപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേമത്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചാവേറാവുക എന്നുള്ളത് ഉറപ്പായും KS ശബരിനാഥൻ അറിയാം. കാരണം ഒരു ചെറുപ്പക്കാരനാണ്. പലതവണ തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ മത്സര രംഗത്തേക്ക് പരിഗണിക്കാൻ പോലും സാധ്യതയില്ല എന്നുള്ളത് KS ശബരിനാഥന് കൃത്യമായി അറിയാം. അതുകൊണ്ട് നേമത്ത് ചെന്ന് ഒരു ചാവേറാകാൻ താനില്ല എന്നൊരു നിലപാട് KS ശബരിനാഥൻ സ്വീകരിക്കുകയാണ്. ഇത് തന്നെയാണ് VS ശിവകുമാറിൻ്റെയും അവസ്ഥ. നേമത്ത് മത്സരിക്കാൻ തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ ആ വെല്ലുവിളി ഏറ്റെടുത്ത് നേമത്ത് വന്നത് K മുരളീധരനാണ്. K മുരളീധരൻ്റെ ആ വരവോടുകൂടി ഇടതുമുന്നണിയും കോൺഗ്രസും ചേർന്ന് ചെയ്ത ഒരു നാടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3900 വോട്ടുകൾക്ക് മാത്രം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ നേമത്ത് പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ ആ ഒരു സാഹചര്യമില്ല. നേമത്ത് ജനങ്ങൾ ഏറെക്കുറെ ഇടത് വലത് ബാന്ധവത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവിടെ അത്തരത്തിൽ ഒരു വോട്ട് UDFിന് അവിടുത്തെ ജനങ്ങൾ, നിഷ്പക്ഷ വോട്ടർമാർ നൽകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ K മുരളീധരൻ സമാഹരിച്ച വോട്ടോ അതിൻ്റെ പകുതി വോട്ടോ ഇത്തവണ സമാഹരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് നേമത്തേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് പ്രമുഖ നേതാക്കന്മാരെല്ലാം പറഞ്ഞത്. ഒരിക്കൽ കൂടി നേമത്ത് മത്സരിക്കാൻ തുടക്കത്തിൽ K മുരളീധരനോട് ആവശ്യപ്പെട്ടിരുന്നു. K മുരളീധരൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്വന്തം നിലയ്ക്ക് വട്ടിയൂർക്കാവിൽ പ്രചരണം ആരംഭിച്ചു. ഒടുവിൽ വട്ടിയൂർക്കാവിൽ K മുരളീധരനെ പ്രഖ്യാപിക്കേണ്ടി വന്നു ഹൈക്കമാൻഡിന്. അതിനുശേഷം K മുരളീധരൻ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല ഒന്ന് മത്സരിക്കട്ടെ, ഞാനൊരിക്കൽ വെല്ലുവിളി ഏറ്റെടുത്തതല്ലേ, ഇനി രമേശ് ചെന്നിത്തല, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് നേമത്ത് വന്ന് മത്സരിക്കുന്നില്ല? ചെന്നിത്തല പറഞ്ഞു, അങ്ങനെയെങ്കിൽ VD സതീശൻ മത്സരിക്കട്ടെ. സതീശൻ പറഞ്ഞു, പോയി പണി നോക്കൂ. ഇതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നേമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ശബരിനാഥനോട് ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു നേമത്ത് മത്സരിക്കാൻ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ശബരിനാഥന് താല്പര്യമില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. അരുവിക്കര വേണമെന്ന് ശബരിനാഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അരുവിക്കരയിൽ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക നേതൃത്വവുമായുള്ള എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ അരുവിക്കര പോസ്റ്ററുകൾ കൊണ്ട് നിറയുകയാണ്. കഴിഞ്ഞ 5 വർഷം അരുവിക്കരയിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ശബരിനാഥനെ ഞങ്ങൾക്ക് വേണ്ട എന്ന്.
തീർച്ചയായും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ എതിർപ്പ് ശബരിനാഥിനോട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതുകൂടി കണ്ടുകൊണ്ടാണ് VS ശിവകുമാറിനെ അവിടെ നിയോഗിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തന്നെ തീരുമാനിച്ചത്. ശിവകുമാറിനും തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ അരുവിക്കരയിൽ താല്പര്യമുണ്ട്. കാരണം അരുവിക്കര കഴിഞ്ഞ 5 വർഷക്കാലം ശബരിനാഥിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു LDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു മണ്ഡലമായി മാറിയെന്ന് കൃത്യമായി അറിയാം. എങ്കിലും തൻ്റെ സാന്നിധ്യത്തിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം VS ശിവകുമാർ പ്രകടിപ്പിച്ചു. ശിവകുമാറിന് അരുവിക്കര നൽകാനുള്ള ധാരണയായി. ആ ഘട്ടത്തിലാണ് വീണ്ടും അരുവിക്കരയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് KS ശബരിനാഥൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുന്നു. അരുവിക്കരയില്ലെങ്കിൽ നേമത്ത് മത്സരിക്കാൻ താനില്ല എന്ന് ശബരിനാഥൻ ഹൈക്കമാൻഡിനെ അല്ലെങ്കിൽ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അപ്പോൾ ഉയരുന്ന ചോദ്യം, നേമത്ത് UDFന് സ്ഥാനാർത്ഥിയില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ഘടകകക്ഷിക്ക് കൊടുത്ത് തലയൂരിയ കോൺഗ്രസിന് കഴിഞ്ഞ തവണ K മുരളീധരൻ എത്തിയതോടുകൂടി ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇത്തവണ അവിടെ മത്സരിക്കാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ നേമം ഷജീർ എന്ന ചാവേറിനെ ചിലപ്പോൾ നേമത്തേക്ക് പരിഗണിച്ചേക്കാം. അതുമാത്രമാണ് മുന്നിലുള്ള സാധ്യത. അതേസമയം മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി തർക്കമുയരുന്നു. ചിറയിൻകീഴ് രമ്യ ഹരിദാസിനെതിരെ പ്രാദേശിക നേതൃത്വം വലിയ പ്രതിഷേധമുയർത്തുന്നു. രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. ചിറയിൻകീഴിൻ്റെ രാഷ്ട്രീയ ഭൂപടം അറിയാവുന്ന ഒരാളെ അവിടെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നെടുമങ്ങാട് മീനാങ്കൽ കുമാറിനെ പ്രഖ്യാപിച്ചിരുന്നു. മീനാങ്കൽ കുമാറിനെതിരെ പ്രാദേശിക തലത്തിൽ പോസ്റ്ററുകൾ പതിയുന്നു. കുമാറിനെ അംഗീകരിക്കാൻ കഴിയില്ല, UDF സ്ഥാനാർത്ഥിയായി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി വ്യക്തമാക്കുന്നു. അതേസമയം അടൂർ പ്രകാശ് ആകട്ടെ മീനാങ്കൽ കുമാറിന് വേണ്ടി പൂർവാധികം ശക്തിയായി വാദിച്ചിരുന്നു, ഇപ്പോഴും വാദിക്കുന്നു. അടൂർ പ്രകാശിൻ്റെ താല്പര്യത്തിൽ തന്നെയാണ് മീനാങ്കൽ കുമാറിന് അവിടെ സീറ്റ് ലഭിച്ചത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ വാമനപുരത്ത് പല പേരുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നു. ഇപ്പോൾ ഇതാ 2 പേരുകൾ മാത്രമായി ചുരുങ്ങിയിരുന്നു. പാലോടി രവിയുടെ പേര് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സുധീർ ഷായുടെ പേര് ആണ് പരിഗണിക്കപ്പെട്ടത്. അതുപോലെ തന്നെ രതീഷ് അനിരുദ്ധൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി പാലോടി രവിയിലേക്കും സുധീർ ഷായിലേക്കും ആ പേരുകൾ എത്തി എന്നുള്ള വിവരമാണ് വരുന്നത്. എന്തായാലും പാലോടി രവി നമുക്കറിയാം വിവാദങ്ങളിൽപ്പെട്ട് തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനം തെറിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒരു യുവരക്തത്തിന് പരിഗണന നൽകണമെന്നാണ് പാർട്ടി തീരുമാനമെങ്കിൽ സുധീർ ഷായ്ക്ക് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആനാട് ജയൻ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ആനാട് ജയൻ, ഒപ്പം രമണി P നായർ എന്നിവരുടെ പേരുകളും പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ വീണ്ടും കീറാമുട്ടിയാകുന്നു. സുധീർ ഷയും പാലോടി രവിയും 2 പേരായി ആ പട്ടിക ചുരുങ്ങുന്നു. ഈ രമണി P നായർ മുൻപും അതൃപ്തി വ്യക്തമാക്കി പ്രതികരിച്ച ആളാണ്. എവിടെയും പ്രശ്നമാണ്. പലരും മാറി നിൽക്കാൻ സാധ്യത, പലരും പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കാം, പലരും പാർട്ടി വിട്ടുപോയെന്നും വരാം. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സീറ്റുകളിലൊന്നും ധാരണയാകുന്നില്ല. ആകെ 3 ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രഞ്ജിത്ത് അമ്പാടി.